അളിയന്റെ ആവനാഴിയില് കുത്താതെ കുത്തുന്ന കൂരമ്പുകളിലേ ഉള്ളൂ. അതിലൊന്ന് രണ്ടെണ്ണം ഇവിടെയും തൊടുത്തു വിടട്ടെ. ആ, നമുക്ക് എന്തായാലും നമ്മുടെ കാര്യം നോക്കാം. അച്ഛനും അമ്മയും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണല്ലോ. അക്കാലത്തെ മധുരമുള്ള ഓർമ്മകൾ അയവിറക്കാൻ ഈ സമയം ഉപയോഗിക്കാം. അന്ന് ഇതുപോലെ അണിഞ്ഞൊരുങ്ങിയിട്ടാണോ അച്ഛൻ കല്യാണത്തിന് പോയത്? അണിഞ്ഞൊരുങ്ങാനോ? ടെൻഷനോട് ടെൻഷനായിരുന്നു മോനെ. വലിയ വീട്ടിലെ കോടീശ്വരിയായ പെണ്ണ്, ഞാനോ പോക്കില്ലാത്തൊരു മെക്കാനിക്കും. ചന്ദ്രന്റെ വീട്ടുകാര് പെറ്റീഷൻ കൊടുത്താല് പോലീസ് വന്നെന്നെ പൊക്കുവോന്ന ടെൻഷനായിരുന്നു. എന്തോ മറന്നല്ലോ. പ്രായപൂർത്തിയായ പെണ്ണിനും ചെറുക്കനും ആരുടെ അനുവാദമില്ലാതെ കല്യാണം കഴിക്കാമല്ലോ. അതിനിടപെടാൻ പോലീസിന് എന്താ അധികാരം? കൊള്ളാം. മൗലികാവകാശമൊക്കെ ചവറ്റുകൊട്ടേ കിടക്കുന്ന കാലമാ. കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്നു ചന്ദ്രുവിന്റെ വീട്ടുകാര്. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതിപ്പെട്ടാലേ പോലീസ് വന്നു പൊക്കും. പെണ്ണിനെ വീട്ടുകാര് കൊണ്ടുപോകും. എന്റെ ജഡം കായലിലും പൊങ്ങും. അതായിരുന്നു അന്നത്തെ സാഹചര്യം. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ചന്ദ്രന്റെ കഴുത്തില് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എങ്ങനെയൊക്കെയോ താലി കെട്ടി. അച്ഛാ, കണ്ണീര് പാടില്ല. മുഖത്തെ ഫേസ് പൗഡർ മൊത്തം ഒലിച്ചു പോവും. അന്നത്തെ ആദ്യത്തെ കല്യാണത്തിന് അച്ഛൻ ടെൻഷൻ ആയിരുന്നെങ്കിൽ ഇന്നത്തെ രണ്ടാം കല്യാണത്തിന് പൊട്ടിച്ചിരിക്കണം. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബങ്ങൾ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമായിരുന്നിട്ടും അച്ഛൻ എങ്ങനെയാ അമ്മയെ പ്രേമിക്കാനുള്ള ധൈര്യം വന്നത്? ഈ പ്രേമത്തിന് കണ്ണില്ലല്ലോ മക്കളെ. എനിക്ക് ചന്ദ്രുവിന് ഞാനും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നുള്ളൊരവസ്ഥയോളം ഞങ്ങളുടെ പ്രണയം അങ്ങ് മൂത്ത്. ആകെയുള്ള ധൈര്യം ചന്ദ്രികയുടെ ആ കൂട്ടുകാരി ഊർമിളയായിരുന്നു. എന്താ ഇപ്പൊ അച്ഛന് രണ്ടാം താലികെട്ട് വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. വേണ്ട വേണ്ട. 5 മക്കളുടെ തന്തയാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കുന്നു. എത്രയും പെട്ടെന്ന് ചന്ദ്രന്റെ കഴുത്തിൽ രണ്ടാമതും താലി കെട്ടണം. പോകാം മക്കളെ. മാനത്തെ കൊട്ടാ